$2.5 ബില്യൺ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് അമേരിക്കയിലെ കുറഞ്ഞ നിരക്കിലുള്ള വിമാനക്കമ്പനികൾ സർക്കാരിന്റെ വാതിൽ തട്ടുകയാണ്. കാരണം ഒന്നുമാത്രം: ഇറാനുമായുണ്ടായ യുദ്ധപരമായ സംഘർഷങ്ങൾക്കു പിന്നാലെ ജെറ്റ് ഇന്ധനവില കുത്തനെ ഉയർന്നു. വർദ്ധിച്ച ഇന്ധനച്ചെലവ് നികത്താനും ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാനുമായി ഈ വൻ സാമ്പത്തിക പാക്കേജ് വേണമെന്നാണ് ബജറ്റ് എയർലൈൻ കമ്പനികളുടെ ആവശ്യം. ഒരുകാലത്ത് വില കുറഞ്ഞ യാത്രയുടെ പ്രതീകമായിരുന്ന ഈ മേഖലയാണ് ഇന്ന് ചെലവുകളുടെ ഭാരം സഹിക്കാനാതെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായ അമേരിക്കയിൽ പോലും ഒരു നിർണായക വ്യവസായം ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാകുന്നത് ആഗോള പ്രതിസന്ധികൾക്കു മുന്നിൽ വലിയ രാഷ്ട്രങ്ങൾക്കും പരിധികളുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ധനവിലയാണ് ഈ പ്രതിസന്ധിയുടെ ഹൃദയഭാഗം. വടക്കേ അമേരിക്കയിൽ ജെറ്റ് ഇന്ധനവില ഗാലണിന് $4.10 ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 88% വർധനവാണിത്. ഫെബ്രുവരി മുതൽ നോക്കുമ്പോൾ ചില കണക്കുകൾ പ്രകാരം വില ഇരട്ടിയായി. വിമാനക്കമ്പനികളുടെ മൊത്തം പ്രവർത്തനച്ചിലവിൽ വലിയ പങ്ക് ഇന്ധനത്തിനാണ് പോകുന്നത്. അതിനാൽ ഇന്ധനവിലയിൽ വരുന്ന ഇത്തരം കുതിപ്പ് പ്രത്യേകിച്ച് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന കമ്പനികൾക്ക് നേരിട്ടുള്ള ആഘാതമായി മാറുന്നു. ലാഭമാർജിൻ വളരെ കുറവായതിനാൽ ചെലവുകൾ കൂടുമ്പോൾ ഇവർക്ക് നിലനിൽക്കുക തന്നെ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ബജറ്റ് എയർലൈൻസുകളെ പ്രതിനിധീകരിക്കുന്ന വ്യാപാര സംഘടന ട്രംപ് ഭരണകൂടത്തോടെ $2.5 ബില്യൺ അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത്. വർദ്ധിച്ചുവരുന്ന ഇന്ധനച്ചെലവ് നികത്താനും വിമാനനിരക്കുകൾ യാത്രക്കാർക്ക് താങ്ങാനാവുന്ന രീതിയിൽ നിലനിർത്താനുമാണ് അവരുടെ ആവശ്യം. സർക്കാർ ഇടപെടലില്ലെങ്കിൽ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാനും ചില റൂട്ടുകൾ അവസാനിക്കാനും ചെറുകിട നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയാനും സാധ്യതയുണ്ട്. ഇവിടെ പ്രധാന ചർച്ചയായിരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക പിടിപ്പുകേടാണ്. ലോകത്തെ സഹായിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ സ്വയം അവതരിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സ്വകാര്യ വ്യവസായങ്ങളെ രക്ഷിക്കാൻ വീണ്ടും ബെയിലൌട്ട് പരിഗണിക്കേണ്ടി വരുന്നത് പല ചോദ്യങ്ങളും ഉയർത്തുന്നു. കോവിഡ് കാലത്ത് വൻതോതിൽ സർക്കാർ സഹായം ലഭിച്ച വ്യോമയാന മേഖല ഏതാനും വർഷങ്ങൾക്കകം വീണ്ടും അടിയന്തര ധനസഹായം തേടുന്ന അവസ്ഥയിലെത്തിയത് അമേരിക്കൻ സാമ്പത്തിക മാതൃകയിലെ ദൗർബല്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിസന്ധി വന്നാൽ സ്വതന്ത്ര വിപണി തത്വങ്ങൾ മാറി സർക്കാർ ഇടപെടൽ അനിവാര്യമാകുന്ന വിരോധാഭാസം വീണ്ടും വ്യക്തമായി. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും ദൃശ്യമായ ഉദാഹരണമാണ് സ്പിരിറ്റ് എയർലൈൻസ്. അമേരിക്കയിലെ പ്രശസ്ത എന്നാൽ കുറഞ്ഞ നിരക്കിലുള്ള വിമാനക്കമ്പനികളിലൊന്നായ ഇത് $500 മില്യൺ വരെ പ്രത്യേക വായ്പാ സഹായത്തിനായി സർക്കാരുമായി ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2 വർഷത്തിനിടെ രണ്ടാമത്തെ പാപ്പരത്ത നടപടികളിലൂടെ കടന്നുപോകുന്ന കമ്പനി നിലവിലെ സാമ്പത്തിക സമ്മർദ്ദം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു കാലത്തെ കുറഞ്ഞ നിരക്കിൽ യാത്ര വിപ്ലവം സൃഷ്ടിച്ച കമ്പനിക്ക് ഇന്ന് പ്രവർത്തനം തുടരാൻ പോലും സർക്കാർ സഹായം വേണമെന്ന സ്ഥിതിയാണ്. ഇത് വെറും ഒരു കമ്പനിയുടെ പ്രശ്നമല്ല, അമേരിക്കൻ ഉപഭോക്തൃ സാമ്പത്തിക വ്യവസ്ഥയുടെ യാഥാർത്ഥ്യവും ഇതിലൂടെ തെളിയുന്നു. വില കുറഞ്ഞ വിമാനയാത്രയിൽ ആശ്രയിക്കുന്നവർ സാധാരണ മധ്യവർഗീയരും കുറഞ്ഞ വരുമാനക്കാരുമാണ്. ബജറ്റ് എയർലൈൻസുകൾ തകർന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ വിഭാഗത്തെയാണ്. ആഭ്യന്തരയാത്രകൾ ചെലവേറിയതാകുകയും തൊഴിൽ, വിനോദം തുടങ്ങിയവയെല്ലാം ബാധിക്കപ്പെടുകയും ചെയ്യും. അതായത് ഇന്ധനവില കുതിപ്പ് ഒടുവിൽ സാധാരണ അമേരിക്കക്കാരന്റെ ജീവിതച്ചെലവിൽ തന്നെ പകരും. രാഷ്ട്രീയമായി ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു. നികുതിദാതാക്കളുടെ പണമുപയോഗിച്ച് സ്വകാര്യ കമ്പനികളെ രക്ഷിക്കണോ എന്ന ചോദ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. ചില നേതാക്കൾ ഇത് മോശം മാതൃകയാണെന്ന് വിമർശിക്കുമ്പോൾ മറ്റു ചിലർ മത്സരാധിഷ്ഠിത വിപണി നിലനിർത്താൻ താൽക്കാലിക സഹായം ആവശ്യമാണെന്ന് വാദിക്കുന്നു. ഒരു വശത്ത് തൊഴിലവസരങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മറുവശത്ത് നഷ്ടത്തിലോടുന്ന കമ്പനികളെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നതിലൂടെ തെറ്റായ സന്ദേശം പോകുമെന്ന ആശങ്കയുമുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പ്രതിഫലം ഇന്ധനവിപണിയിലൂടെ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ കടന്നുവരുന്നത് ആഗോള ആശ്രിതത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അമേരിക്ക ശക്തമായ എണ്ണ ഉൽപ്പാദക രാഷ്ട്രമെങ്കിലും ആഗോള വിപണിവിലയിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു നിൽക്കാൻ കഴിയില്ല. മധ്യപൂർവേഷ്യത്തിലെ സംഘർഷം, കപ്പൽ ഗതാഗത ഭീഷണി, വിതരണ ശൃംഖലാ പ്രശ്നങ്ങൾ ഇവയൊക്കെ അമേരിക്കയിലെ ഉപഭോക്താക്കളെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. അമേരിക്കൻ വിമാനക്കമ്പനികൾ സർക്കാരിനു മുന്നിൽ കൈനീട്ടുന്നത് കേവലം ഒരു വ്യവസായ തകർച്ചയുടെ വാർത്തയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ അടിത്തറ ഇളകുന്നു എന്ന ഞെട്ടിക്കുന്ന സൂചനയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവും കുതിച്ചുയരുന്ന ഇന്ധനവിലയും പണപ്പെരുപ്പവും ചേർന്ന് ഒരു കാലത്ത് തങ്ങൾ പടുത്തുയർത്തിയ സാമ്പത്തിക കോട്ടയ്ക്കുള്ളിൽ അമേരിക്കയെ തന്നെ തടവിലാക്കുകയാണ്. ലോകത്തെ നയിക്കുന്ന രാജ്യമെന്ന പദവി അലങ്കരിക്കുമ്പോഴും സ്വന്തം ആഭ്യന്തര വിപണിയെപ്പോലും നിയന്ത്രിക്കാനാവാത്ത ഈ നിസ്സഹായ അവസ്ഥ ഒരു വലിയ തകർച്ചയുടെ തുടക്കമാണോ, അതോ ആധിപത്യം നഷ്ടപ്പെടുന്ന ഒരു വൻശക്തിയുടെ അവസാന നിലവിളിയോ? ആഗോളക്രമത്തിൽ സംഭവിക്കുന്ന ഈ വൻ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന കൂടുതൽ കഠിനമായ ദിവസങ്ങളിലേക്കാണ്.